നമസ്കാരം, ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു നല്ല രാവിലെയിലേക്ക്, ഒരു പുതിയ വാർത്താ ദിനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ വാർത്താ ദിനം തുടങ്ങുകയാണ്. പതിവ് പോലെ ആദ്യം നോക്കാം നാട്ടിലെന്തുണ്ട്. ഇടുക്കിയിൽ അക്രമകാരിയായ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നത് പ്രതിസന്ധിയിൽ. ജില്ലയിൽ എം പാനൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഷൂട്ടർമാരുടെ ലൈസൻസ് പുതുക്കി നൽകാത്തതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. ഇടുക്കിയിലെ വിവിധ പഞ്ചായത്തുകളുടെ പാനലിലുള്ള ഷൂട്ടർമാർ തോക്കിന്റെ ലൈസൻസ് പുതുക്കാൻ അപേക്ഷ നൽകിയിട്ട് മാസങ്ങളായി. കഴിഞ്ഞ നവംബർ മുതൽ ജില്ലാ ഭരണകൂടം ലൈസൻസ് പുതുക്കി നൽകുന്നില്ല. അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഓഫീസിൽ നിന്നാണ് ലൈസൻസ് പുതുക്കി നൽകേണ്ടത്. 40-ലേറെ ഷൂട്ടർമാരുടെ തോക്കുകളുടെ ലൈസൻസാണ് പുതുക്കി നൽകാനുള്ളത്. എൻ്റെ ഹിയറിംഗ് കഴിഞ്ഞാണ്. ADM ഹിയറിംഗിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ജനുവരി മാസത്തിൽ, ജനുവരിയാണോ ഫെബ്രുവരിയാണെന്ന് ഉറങ്ങുന്നില്ല. ഹിയറിംഗ് കഴിഞ്ഞാണ്. സാധാരണഗതിയിൽ ഹിയറിംഗ് കഴിഞ്ഞ അനന്തരം തന്നെ ലൈസൻസ് നമുക്ക് പുതുക്കി തന്നു വിടണമാണ്. ഇപ്പോൾ ഇത്രയും മാസമായിട്ടും ഒരു നടപടിയും ആയിട്ടില്ല. HO ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പുതുക്കി നൽകണ്ട എന്ന് പറഞ്ഞേക്കുവാണ്. അവിടെ നിന്ന് ഓർഡർ വന്നാൽ ഇവർ പ്രാവശ്യം ലെറ്റർ അയച്ചു, മറുപടി കിട്ടിയിട്ടില്ല. ഉടനെ വന്നാൽ ഉടനെ തന്നെ പുതുക്കി തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒട്ടുമിക്ക പഞ്ചായത്തുകളിലും കാട്ടുപന്നി ശല്യം രൂക്ഷമാണെങ്കിലും അടുത്ത കാലത്ത് പന്നിയെ വെടിവെച്ചത് ഇരട്ടയാർ പഞ്ചായത്തിൽ മാത്രമാണ്. ഷൂട്ടർമാരെ ലഭിക്കാത്തതാണ് മറ്റു മേഖലകളിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. നിയമത്തിന്റെ നൂലാമാലകൾ ഉള്ളതിനാൽ പഞ്ചായത്തുകളും കാട്ടുപന്നികളെ വെടിവെക്കാൻ വേണ്ട നടപടി സ്വീകരിക്കുന്നില്ല. അവർ പറയുന്നത് അവരുടെ തോക്കിന്റെ ലൈസൻസ് പുതുക്കി കൊടുക്കുന്നില്ല. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഇവിടെ ഒരു സർവേ നമ്പർ വെച്ച്, കൃഷിക്കാരൻ്റെ സർവേ നമ്പർ വെച്ചാണ് നമ്മൾ ഇവിടുന്ന് അനുവാദം കൊടുക്കുന്നതെങ്കിൽ ആ സർവേ നമ്പറിലല്ലാത്ത വേറെ ഭൂമിയിലാണ് പന്നി വീഴുന്നെങ്കിൽ അത് നിയമപരമായ ഒട്ടേറെ പ്രശ്നം. പന്നിയെ അടക്കം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതൊട്ടേറെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒരു കാരണവശാലും ഞങ്ങൾക്ക് വന്ന് ഈ പന്നിയെ കൊല്ലാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ ലൈസൻസ് തോക്കുള്ള ആളുകൾ പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ 1-2 പേർക്ക് അതിൻ്റെ അനുവാദമൊക്കെ കൊടുത്തെങ്കിൽ പോലും അവരെ കൊണ്ട് അത് ചെയ്യാൻ കഴിയില്ലാത്ത നിയമപരമായ തടസ്സങ്ങൾ നിൽക്കുകയാണ്. തോക്ക് ലൈസൻസ് പുതുക്കുന്നതിനുള്ള അപേക്ഷകൾക്ക് ആഭ്യന്തര സെക്രട്ടറിയുടെ അറിയിപ്പ് ഉണ്ടാക്കണമെന്നാണ് ADM വ്യക്തമാക്കുന്നത്. ജില്ലയുടെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്താണ് ആഭ്യന്തര സെക്രട്ടറിയുടെ ഉത്തരവിനായി കാത്തിരിക്കുന്നതെന്നാണ് അധികൃതരുടെ വിശദീകരണം. ന്യൂസ് 18 ഇടുക്കി. നമ്മളിപ്പോൾ പൊതുവായി കേൾക്കുന്ന ഒരു വാർത്തയാണ്. നവീകരണം അങ്ങോട്ട് പൂർത്തിയായി കഴിഞ്ഞു, ഒരു മഴ പെയ്താൽ ഈ പണിഞ്ഞ റോഡ് അപ്പാടെ തകരുന്ന ഒരവസ്ഥ. സമാനമായ ഒരു വാർത്തയാണ് വരുന്നത് പാലക്കാട് നിന്ന്. നവീകരണം കഴിഞ്ഞ റോഡ് മാസങ്ങൾക്കകം തകർന്നതോടെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പാലക്കാട് തിരുമിറ്റക്കോടിലെ നാട്ടുകാർ. തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ പകൽവീട് കൂട്ടുപാത റോഡാണ് മഴ പെയ്തതോടെ തകരാറിലായത്. റോഡ് നിർമ്മാണത്തിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നും അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം കാരണം വെള്ളക്കെട്ട് രൂക്ഷമാകുന്നു എന്നുമാണ് നാട്ടുകാരുടെ പരാതി. പാലക്കാട് തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിൽ നവീകരിച്ച റോഡാണ് മാസങ്ങൾക്കുള്ളിൽ തകർന്നത്. ഗ്രാമപഞ്ചായത്തിന്റെ 5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പകൽവീട് കൂട്ടുപാത റോഡ് നവീകരിച്ചത്. പ്രവൃത്തികൾ പൂർത്തിയാക്കിയതിന് പിന്നാലെ റോഡ് ചെറിയ തോതിൽ തകർന്നു തുടങ്ങി. മഴ ശക്തമായതോടെ ചെറിയ കുഴികളും റോഡിൽ രൂപപ്പെട്ടു. ഇതേ തുടർന്ന് റോഡ് നിർമ്മാണത്തിൽ അപാകത ആരോപിച്ച് നാട്ടുകാർ രംഗത്തെത്തി. കനത്ത മഴ പെയ്താൽ റോഡിൽ വെള്ളക്കെട്ട് രൂപം കൊള്ളുന്നതായി നാട്ടുകാർ പറയുന്നു. ഇത് പാതയോരത്തെ വീട്ടുകാർക്ക് വലിയ ദുരിതമാണ് സൃഷ്ടിക്കുന്നത്. വെള്ളം കെട്ടിനിന്ന വീടിന്റെ മതിൽ ഇടിയുമോ എന്ന ആശങ്കയും പ്രദേശവാസികൾക്കുണ്ട്. നമ്മുടെ മതിൽ പൊളിയോ എന്നുള്ള പേടിയുണ്ട്. നമ്മുടെ വീടിന്റെ നേരെ മുമ്പിൽ തന്നെ വലിയ കുഴിയായിരുന്നു. ഈ കുഴി ഞാനാണ് തൂർത്തത്. ഇപ്പോഴും വീണ്ടും കുഴിയായിക്കൊണ്ടേയിരിക്കണം. അതൊന്ന് പരിഹരിക്കാനാണ് എനിക്ക് ഇതുള്ളൂ. അല്ലാതെ നമുക്ക് വേറൊരു പരാതിയില്ല. ഈ റോഡ് ഇങ്ങനെ ആക്കി തീർത്തില്ലേ, ഇതിന്റെ മുമ്പ് ഇങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ടാറിങ് കഴിഞ്ഞോട് കൂടിയിട്ടാണ് ഈ റോഡ് ഈ രൂപത്തിലായത്. റോഡ് പ്രവൃത്തി നടക്കുന്ന സമയത്ത് ഘടനയിൽ വ്യത്യാസമുണ്ടെന്നും ഇത് പരിഹരിക്കണമെന്നും കോൺട്രാക്ടറോട് പറഞ്ഞുവെങ്കിലും ധിക്കാരപരമായ സമീപനമാണ് ഉണ്ടായതെന്ന് നാട്ടുകാർ പറയുന്നു. ഞാൻ തുടക്കത്തിൽ തന്നെ മണ്ണ് നീക്കണ സമയത്ത് തന്നെ പറഞ്ഞു അവരോട്, ആ നീക്കണ മണ്ണ് എങ്ങനെയും കോരി എവിടെയെങ്കിലും കൊണ്ടുപോയിടണമെന്ന്. റോഡിൻ്റെ സൈഡിലിട്ട് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വണ്ടി പോകുമ്പോൾ കയറി നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ കോൺട്രാക്ടർ എന്നോട് പറഞ്ഞു. അയാൾ പിന്നെ പിറ്റേ ദിവസം വന്നിട്ട് ഞാൻ അയാളെ കണ്ടപ്പോൾ പറഞ്ഞെങ്കിൽ മണ്ണ് കോരി കൊണ്ടുപോകണം പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഈ പോയി കേസ് കൊടുത്തോ എന്നാണ് എന്നോട് പറഞ്ഞത്. പ്രദേശത്തെ പ്രധാന പാതയായ കറുകപ്പുത്തൂർ വട്ടോളി റോഡിൽ നവീകരണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ യാത്രക്കാർ ആശ്രയിക്കുന്ന റോഡിലാണ് ഈ ദുരവസ്ഥ.
കൂടുതൽ തകരുന്നതിന് മുമ്പ് പരിഹാരം കാണാൻ അധികൃതരുടെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യം. അതേസമയം റോഡ് അറ്റകുറ്റപ്പണിക്ക് പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് എന്നും മഴ മാറിയാൽ ഉടൻ പ്രവൃത്തി ആരംഭിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് 18 പാലക്കാട്. സമാനമായ ഒരു റോഡ് ദുരിതത്തിന്റെ വാർത്തയിലേക്ക് തന്നെയാണ് ഇനിയും നമ്മൾ പോകുന്നത്. ആ വാർത്ത വരുന്നതും പാലക്കാട് നിന്ന് തന്നെയാണ്, പാലക്കാട് തൃത്താലയിൽ. പക്ഷേ ആ ദുരിതത്തിന്, റോഡിലുണ്ടായ മഴക്കെടുതി മൂലമുണ്ടായ ആ ദുരിതത്തിന് പരിഹാരം കാണാൻ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ രംഗത്തേക്കെത്തി എന്ന ഒരു പോസിറ്റീവ് വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. കനത്ത മഴയിൽ റോഡിലേക്ക് കല്ലും മണ്ണും ഒലിച്ചിറങ്ങിയതോടെ യാത്രാ പ്രതിസന്ധി നേരിട്ട പരുതൂരുകാർക്ക് കൈത്താങ്ങാവുകയാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായതോടെയാണ് വിദ്യാർത്ഥികൾ ശുചീകരണത്തിന് ഇറങ്ങിയത്. പാലക്കാട് തൃത്താലയിൽ നിന്നാണ് ഈ മാതൃകാ പ്രവർത്തനം. മഴ കനത്താൽ ഐനിപ്പറമ്പിലൂടെ യാത്ര അസാധ്യമാകും. വെള്ളമൊലിച്ചിറങ്ങി ഗ്രാമീണ പാത മുഴുവൻ മണ്ണും കല്ലും ചെളിയും മൂടുന്നതാണ് കാരണം. ഇരുചക്രവാഹന യാത്രക്കാർ സ്ഥിരമായി അപകടത്തിൽപ്പെടുന്നു. സാഹസികമായി വേണം ഈ വഴി യാത്ര ചെയ്യാൻ. യാത്രക്കാരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയാണ് മഴ അവഗണിച്ച് കുട്ടികൾ കൈക്കോട്ടുമായി റോഡിലിറങ്ങി ചെളിയും മണ്ണും കല്ലുമെല്ലാം നീക്കം ചെയ്തത്. ആരും പറഞ്ഞിട്ടല്ല, മറിച്ച് യാത്രക്കാരുടെ ദുരിതം നേരിൽ കണ്ടതാണ് കാരണമെന്ന് വിദ്യാർത്ഥികൾ. വണ്ടികൾ ഇവിടുന്ന് പതുക്കെ പോണേ, അവിടുന്ന് മണ്ണ് വന്നിട്ട് ഇവിടെ ആകെ മണ്ണായി. അപ്പോ അത് ക്ലീൻ ചെയ്തിരിക്കും. കൊടുമുണ്ട സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ അർഷിദും പഴയങ്ങാടി സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഷെഹിനുമാണ് മണിക്കൂറുകൾ നീണ്ടുനിന്ന പരിശ്രമത്തിന് മുന്നിട്ടിറങ്ങിയത്. വിദ്യാർത്ഥികളുടെ സാമൂഹിക സേവനം അഭിനന്ദനാർഹവും മാതൃകാപരവുമെന്ന് യാത്രക്കാരും പറഞ്ഞു. ന്യൂസ് 18 പാലക്കാട്. തങ്ങളെയും കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ചെറിയ കാര്യമെങ്കിൽ അത് എത്രത്തോളം മറ്റുള്ളവർക്ക് ഗുണപ്രദമാകുമോ അതനുസരിച്ച് അത് ചെയ്യാൻ ഉള്ള ഒരു മനസ്സ് കാണിച്ചല്ലോ, അത് തന്നെയാണല്ലേ ആ കുട്ടികളെ വേറിട്ടതാക്കുന്നതും അഭിനന്ദനം അർഹിക്കുന്ന ഒരു പ്രവൃത്തിയാക്കി അവരെ മാറ്റുന്നതും അല്ലേ. റോഡ് പൂർണ്ണമായും പൊട്ടിപ്പൊളിഞ്ഞതോടെ ദുരിതത്തിലായിരിക്കുകയാണ് കോഴിക്കോട് മുക്കം കൊടിയത്തൂർ പഞ്ചായത്തിലെ ജനങ്ങൾ. തെയ്യത്തും കടവ് പാലം മുതൽ കൊടിയത്തൂർ കോട്ടമ്മൽ അങ്ങാടി വരെയുള്ള റോഡാണ് പൊട്ടിപ്പൊളിഞ്ഞത്. കിഫ്ബിയിൽ നിന്ന് 36 കോടി അനുവദിച്ചെങ്കിലും പ്രവൃത്തികൾ പാതി വഴിയിൽ മുടങ്ങി. റോഡ് പൊളിഞ്ഞതോടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വലയുകയാണ്. കൊടിയത്തൂർ പഞ്ചായത്തിലെ തെയ്യത്തുംകടവ് മുതൽ കൊടിയത്തൂർ കോട്ടമ്മൽ വരെയുള്ള 1 കിലോമീറ്റർ ദൂരം റോഡാണ് ആകെ പൊട്ടിപ്പൊളിഞ്ഞത്. ഇതിനു പുറമെ മഴ പെയ്ത് വെള്ളം കെട്ടിയതും റോഡിന്റെ വീതി കുറവും യാത്രക്കാരെ വലയ്ക്കുകയാണ്. ശോചനീയമായ റോഡ് നവീകരിക്കാൻ കിഫ്ബി ഫണ്ടിൽ നിന്ന് 36 കോടി രൂപ അനുവദിച്ചെങ്കിലും നിർമ്മാണ ജോലികൾ പകുതി വഴിയിൽ നിലച്ചിരിക്കുകയാണ്. നിലവിൽ ഈ റോഡിന്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമാണ്. എനിക്ക് തോന്നുന്നത് 10 വർഷത്തിന്റെ മുകളിലോളമായി ഈ റോഡ് ഇങ്ങനെ തന്നെ ആയി കിടക്കുന്നത്. 900 മീറ്റർ റോഡിലാണ് ഇപ്പോൾ ഈ ഏറ്റവും ബുദ്ധിമുട്ടായി കിടക്കുന്നത്. അവർ സ്ഥലം കിട്ടാതെ, സ്ഥലം സൗജന്യമായി തരാത്തതുകൊണ്ട് വർക്ക് നടക്കാതെ വർക്ക് മുടങ്ങിക്കിടക്കുകയാണ്. എൻ്റെ വീട് അവിടെ തൊട്ടടുത്താണ്, ഞാൻ അവിടെ കടവിൻ്റെ അടുത്താണ്. എനിക്ക് ഇവിടെ കൊടിയത്തൂരിൽ വയ്ക്കാൻ പോകാറില്ല, പോകാൻ കഴിയൂല. ഈ റോഡിന്റെ അവസ്ഥ ഉണ്ടല്ലേ, എത്ര കാലമായി എന്ന് പറയും. ഇവിടെ എല്ലാവരും ഈ റോഡ് ജസ്റ്റ് എന്തെങ്കിലും പാച്ച് വർക്കെങ്കിലും ചെയ്ത് കിട്ടിയാൽ നമ്മളൊക്കെ വണ്ടി സർവീസ് ചെയ്യാൻ മാത്രമേ നേരുള്ളൂ. നമ്മൾ സ്ഥിരമായിട്ട് രാവിലെയും വൈകുന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന റൂട്ടാണ്. അപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ്. അവിടുന്ന് ഇങ്ങോട്ട് എത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഇടയിൽ ഒരു സ്കൂൾ ബസ്സോ മറ്റോ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ബ്ലോക്കായി കുറച്ച് സമയം അവിടെ വേസ്റ്റ് ചെയ്യും. രാവിലെ തിരക്കിട്ട് പോകുന്ന സമയം വൈകുന്നേരം തിരിച്ചു പോകാതെ. അപ്പം എന്നും പറഞ്ഞോണം അങ്ങനെ തന്നെയാണ്. കുട്ടികളായിട്ട് പോകുന്ന അതെ റോഡ് പറ്റ മോശമാണ്. ഇവിടെ മുന്നോട്ടേക്ക് പറ്റ മോശമാണ്. അവിടെ കയറ്റം കയറിനോടത്ത് വണ്ടിക്ക് സൈഡ് കൊടുക്കാൻ ഒരു സ്ഥലമല്ല. നമ്മൾ താഴെ നിർത്താലോ വലിയ ഏതെങ്കിലും വണ്ടി വരാറുണ്ടെങ്കിൽ. തെയ്യത്തുംകാവ് മുതൽ കൊടിയത്തൂർ കോട്ടമ്മൽ വരെയുള്ള ഭാഗത്ത് ചില സ്വകാര്യ വ്യക്തികൾ റോഡിന് സ്ഥലം വിട്ടു നൽകാത്തതും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സമാണ്. ഇതിനിടെ റോഡ് അറ്റകുറ്റപ്പണി നടത്തിയെങ്കിലും മഴയത്ത് എല്ലാം പൊളിഞ്ഞു. MLA ഉൾപ്പെടെയുള്ള അധികൃതർ ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിച്ച് റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ഈ റോഡിനെ കുറിച്ച് പറയാനുള്ളത്. നടക്കുന്ന കുട്ടികളായാലും വണ്ടി പോകുന്ന ആൾക്കാരായാലും വെള്ളം തെറിപ്പിച്ചിട്ടാണ് ഇവിടെ പോകുന്നത്. വളരെ മോശമാണ് റോഡിനെ കുറിച്ച് പറയാനുള്ളത്. സ്കൂളിൽ കുട്ടികളെ യാത്രയാക്കുന്ന റോഡാണ്. വളരെ ദുരിതകരമായി വളരെ മോശപ്പെട്ട അവസ്ഥയാണ് ഈ റോഡിൽ കണ്ടില്ല. ഞങ്ങൾ വളരെ കുണ്ടും കുഴിയാണ്. സ്ഥിരമായിട്ട് യാത്ര ചെയ്ത ആളാണ്ടല്ലോ, നന്നാക്കേണ്ട റോഡ്. എന്തെങ്കിലും ചെറിയൊരു ലോഡ് മെറ്റൽ കൂടി ഇടാൻ പറ്റിയിട്ടില്ല അവിടെ. ഈ റോഡ് എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്തെ ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന ഒരു പ്രദേശമായി മാറിയിരിക്കാം. ഇവിടുത്തെ ഇരുചക്ര വാഹനത്തിന് പോലും കടന്നു പോകാൻ പറ്റാത്ത രൂപത്തിൽ ഇത് ദുഷ്കരമായിരിക്കാം. സ്ഥിരമായി ഈ റോഡിൽ യാത്ര ചെയ്യുന്ന ആളാണ് ഞാൻ. രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോഴും
വൈകുന്നേരം മടങ്ങി പോവുകയും ഈ വെള്ളക്കെട്ടും ട്രാഫിക് ജാമും ഈ വഴിക്ക് യാത്ര ചെയ്യാൻ തന്നെ വലിയ ദുരിതം, വലിയ പ്രയാസമുള്ളൊരു റോഡായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇതിലൂടെ യാത്ര ചെയ്യാൻ കഴിയുന്നില്ല, അത്രയും പ്രയാസമുണ്ട്. കൊടിയത്തൂരിൽ നിന്നും മുക്കത്തേക്ക് പോകുന്ന റോഡിലെ കോട്ടമൊഴി പാലത്തിൽ ജോലികൾ നടക്കുന്നതിനാൽ ആ റൂട്ടിലെ വാഹനങ്ങളും ഇതുവഴിയാണ് കടന്നുപോകുന്നത്. ഇതോടെ വലിയ ഗതാഗത കുരുക്കാണ് ഈ പൊളിഞ്ഞ പാതയിൽ അനുഭവപ്പെടുന്നത്. ഇനിയും ഈ ദുരിതയാത്ര വയ്യെന്നാണ് നാട്ടുകാരുടെ പ്രതികരണം. ന്യൂസ് 18 മുക്കം. എന്തൊരു ദുരവസ്ഥയാണല്ലേ. ഈ സമയത്തിന് പല സ്ഥലത്തും വേഗം എത്താൻ കഴിയില്ല എന്നതിനപ്പുറം ഈ റോഡുകളൊക്കെ ഇത്തരത്തിൽ അപകടക്കെണിയായി മാറുകയാണ് എന്നതുകൂടിയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കോടികൾ മുടക്കി പല റോഡുകളും ഇത്തരത്തിൽ നവീകരിക്കുന്നുണ്ടെങ്കിലും ഒരു മഴ പെയ്താൽ ഈ ടാർ ഉൾപ്പെടെ എത്രയും പെട്ടെന്ന് ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അതാണ് നാട്ടുകാരെ ഇത്തരത്തിൽ വലിയ പ്രതിഷേധത്തിലേക്കും ഒക്കെ എത്തിക്കുന്ന ഒരു കാര്യം കൂടി. പോലീസുകാരും കുടുംബവും താമസിക്കേണ്ട പോലീസ് ക്വാർട്ടേഴ്സ് പാമ്പുകളുടെയും തെരുവു നായ്ക്കളുടെയും വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. കായംകുളത്തെ പോലീസ് ക്വാർട്ടേഴ്സുകൾക്കാണ് ഈ ദുർവിധി. 2.5 ഏക്കർ സ്ഥലത്തായി 32 ക്വാർട്ടേഴ്സുകൾ ഉണ്ടെങ്കിലും എല്ലാ കെട്ടിടങ്ങളും ഏത് നിമിഷവും നിലം പൊത്താം എന്ന നിലയിലാണ്. ക്വാർട്ടേഴ്സുകൾ നശിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായെങ്കിലും പുതുക്കി പണിയാൻ ഒരു നടപടികളുമില്ല. കായംകുളം പോലീസ് ക്വാർട്ടേഴ്സുകൾ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് നശിക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി. നഗരത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ കീഴിൽ 2.5 ഏക്കർ സ്ഥലത്താണ് ക്വാർട്ടേഴ്സ് ഉള്ളത്. ഇവിടെ 32 ക്വാർട്ടേഴ്സുകൾ ഉണ്ടെങ്കിലും എല്ലാ കെട്ടിടങ്ങളും തകർന്നു കിടക്കുകയാണ്. ഇക്കൂട്ടത്തിൽ 2 എണ്ണത്തിൽ SIമാർ താമസിക്കുന്നുമുണ്ട്. അവയിൽ ഒരെണ്ണത്തിന്റെ ഭിത്തികൾ പൊളിഞ്ഞിരിക്കുകയാണ്. DYSP, SHO തുടങ്ങിയവർക്ക് താമസിക്കുന്നതിനായി 4 നൂറ്റാണ്ട് മുമ്പാണ് കെട്ടിടങ്ങൾ നിർമ്മിച്ചത്. ഇപ്പോൾ ഇവ പുതുക്കിപ്പണിയണമെന്ന് ആവശ്യമുയർന്നുവെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇഴജന്തുക്കളുടെയും തെരുവുനായകളുടെയും വിഹാരകേന്ദ്രമാണ് ഇവിടം. കെട്ടിടങ്ങൾ കാടുപിടിച്ചു കിടക്കുന്നത് പ്രദേശവാസികളെയും ഏറെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നതിന് പൊതുമരാമത്ത് കെട്ടിട വിഭാഗം പഴയ കെട്ടിടങ്ങളുടെ മൂല്യനിർണ്ണയം നടത്തി ആഭ്യന്തര വകുപ്പിന് നൽകിയിട്ടുണ്ടെങ്കിലും തുടർ നടപടികളിൽ മെല്ലെപ്പോക്കാണ്. ഫ്ളാറ്റ് മാതൃകയിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചാൽ ബാക്കി സ്ഥലം വേറെ എന്തിനെങ്കിലും വിനിയോഗിക്കാൻ കഴിയുമെന്നാണ് പ്രദേശത്തുള്ളവർ പറയുന്നത്. DYSP ഓഫീസ്, ട്രാഫിക് സ്റ്റേഷൻ എന്നിവ പ്രവർത്തിക്കുന്നത് ഈ കെട്ടിടങ്ങൾക്ക് സമീപമാണ്. ന്യൂസ് 18 കായംകുളം. മൂവാറ്റുപുഴയിൽ ഒരു വേറിട്ട പ്രതിഷേധം നടന്നു. ആ പ്രതിഷേധം എന്തിനായിരുന്നു എന്ന് നോക്കാം. എറണാകുളം മൂവാറ്റുപുഴ നഗരസഭ ശ്മശാനം പ്രവർത്തനക്ഷമമാക്കാത്തതിൽ പ്രതിഷേധം. ഹിന്ദു ഐക്യവേദിയാണ് പ്രതിഷേധിച്ചത്. നവീകരണത്തിലെ അഴിമതി അന്വേഷിക്കുക, മൃതദേഹത്തോട് അനാദരവ് കാട്ടിയവർക്കെതിരെ നടപടിയെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതീകാത്മകമായി ശവസംസ്കാര സമരം നടന്നത്. മലപ്പുറം കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിന് കോമ്പോസിറ്റ് ഗർഡർ സ്ഥാപിക്കൽ അനിശ്ചിതത്വത്തിൽ. സാങ്കേതിക തകരാറാണ് കാരണമെന്നാണ് അധികൃതരുടെ വിശദീകരണം. 6-വരിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായാണ് കുറ്റിപ്പുറത്ത് പുതിയ മേൽപ്പാലം നിർമ്മിച്ചത്. പാലത്തിന് കോമ്പോസിറ്റ് ഗർഡർ സ്ഥാപിക്കാൻ കഴിഞ്ഞ ദിവസം പ്രവൃത്തി തുടങ്ങിയെങ്കിലും ഇത് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ഹൈഡ്രോളിക് ജാക്കുകൾ ഉപയോഗിച്ച് വലിക്കുന്നതിനിടയിൽ സപ്പോർട്ടിംഗ് പ്ലേറ്റുകൾ തകരാറിലായതാണ് കാരണം. 10 മീറ്ററോളം മാത്രമാണ് ഗർഡർ മുന്നോട്ട് നീങ്ങിയത്. അതോടെ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. കോമ്പോസിറ്റ് ഗർഡറിന് 63.7 മീറ്റർ നീളവും 16 മീറ്റർ വീതിയുമുണ്ട്. റെയിൽപാതയ്ക്ക് മുകളിൽ 7 മീറ്റർ ഉയരത്തിലാണ് ഗർഡർ സ്ഥാപിക്കുക. ഗർഡർ സ്ഥാപിച്ചു കഴിഞ്ഞ ശേഷമേ മുകൾ ഭാഗം കോൺക്രീറ്റ് ചെയ്യൂ. കോമ്പോസിറ്റ് ഗർഡറിന്റെ വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഭാഗമാണ് കോൺക്രീറ്റിൽ നിർമ്മിച്ചിരിക്കുന്നത്. ബാക്കി ഭാഗങ്ങളെല്ലാം സ്റ്റീലിലാണ്. കോമ്പോസിറ്റ് ഗർഡർ സ്ഥാപിച്ച ഭാഗത്ത് മാത്രം 3 വരി പാതയാണുള്ളത്. തകരാർ പരിഹരിച്ച ശേഷം പ്രവൃത്തി പുനരാരംഭിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് 18 തിരൂർ. കരൾ രോഗബാധിതനായ 1.5 വയസ്സുകാരന്റെ ചികിത്സയ്ക്ക് വഴി തേടുകയാണ് മാതാപിതാക്കളായ അഞ്ജനയും ശ്രീജിത്തും. കുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കരൾ മാറ്റിവെക്കണം. മകന് കരൾ പകുത്തു നൽകാൻ അച്ഛൻ ശ്രീജിത്ത് ഒരുക്കമാണ്. പക്ഷേ ശസ്ത്രക്രിയയ്ക്ക് മുടക്കാൻ പണം കണ്ടെത്താൻ കഴിയാതെ വിഷമിക്കുകയാണ് ഈ കുടുംബം.
കരൾ രോഗബാധിതനായ 1.5 വയസ്സുള്ള മകന്റെ മുന്നോട്ടുള്ള ചികിത്സയ്ക്ക് പണം കണ്ടെത്താനാകാതെ വിഷമിക്കുകയാണ് നെയ്യാറ്റിങ്കര കൊല്ലയിൽ സ്വദേശികളായ ശ്രീജിത്തും അഞ്ജനയും. ലക്ഷങ്ങൾ ചെലവ് വരുന്ന ശസ്ത്രക്രിയ എത്രയും വേഗം ചെയ്യണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ ഏകമകനായ ശ്രീയാൻഷിന് മുന്നിൽ നിസ്സഹായരായി നിൽക്കുകയാണ് ഈ മാതാപിതാക്കൾ. എനിക്ക് മരപ്പണിയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അത്രയും വലിയൊരു ഫണ്ട് കാണാനുള്ള ശേഷിയില്ല. എനിക്ക് ചിന്തിക്കാവുന്നതിന് അപ്പുറമാണ് ആ ഫണ്ട്. എല്ലാവരും എന്നെ സഹായിക്കുക, എന്നെ മോനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എല്ലാവരും സഹകരിക്കുക. കുഞ്ഞ് ജനിച്ച് 3-ാം മാസം മുതൽ കണ്ണിൽ കണ്ട മഞ്ഞ നിറമായിരുന്നു രോഗത്തിന്റെ തുടക്കം. തുടർന്ന് ഏറെക്കാലം തിരുവനന്തപുരം SATയിൽ ചികിത്സ തേടി. തുടക്കത്തിൽ പിത്തസഞ്ചിയുടെ തകരാറാണ് ഇതിന് കാരണമെന്ന് കരുതി ചികിത്സ തുടർന്നു. രോഗം മൂർച്ഛിച്ചപ്പോൾ കരൾ മാറ്റിവെക്കലല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് ഡോക്ടർമാർ വിധിയെഴുതി. ലക്ഷങ്ങൾ ചെലവ് വരുന്ന ഈ ശസ്ത്രക്രിയയ്ക്ക് ഇനി എന്തെന്ന ചോദ്യത്തിന് ഇപ്പോഴും ഈ കുടുംബത്തിന് ഉത്തരം ലഭിച്ചിട്ടില്ല. വളരെ നിർധന കുടുംബത്തിലുള്ള ഒരു കുഞ്ഞാണ് ശ്രീയാൻഷ്. അപ്പോൾ അയാളുടെ ഈ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ഇവിടെ നാട്ടുകാർ ഒന്നടങ്കം, അല്ലെങ്കിൽ ജാതിമത രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്ക് അതീതമായി ഒത്തൊരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു ചികിത്സാ സഹായ സമിതി രൂപീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ കുഞ്ഞിനാവശ്യമായ ചികിത്സയ്ക്കുള്ള ഫണ്ട് കണ്ടെത്താനുള്ള വലിയ പരിശ്രമം നടത്തി വരികയാണ്. മരപ്പണിക്കാരനായ ശ്രീജിത്തിനും ജന്മനാൽ ഇടതു കണ്ണിന് പൂർണ്ണമായി കാഴ്ചയില്ലാത്ത അഞ്ജനയ്ക്കും കൂട്ടിയാൽ കൂടുന്നതല്ല മകന്റെ ചികിത്സയ്ക്കുള്ള തുക. ആകെയുള്ള 5 സെന്റ് സ്ഥലവും വീടും നിലവിൽ ലോണിലാണ്. നാളിതുവരെയുള്ള ശ്രീയാൻഷിന്റെ ചികിത്സയും കുടുംബത്തെ കൂടുതൽ കടക്കണിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അച്ഛന്റെ കരൾ മകന് പകുത്തു നൽകാൻ തയ്യാറാണെങ്കിലും ഇതിലേക്ക് വരുന്ന ലക്ഷങ്ങൾ എങ്ങനെ കണ്ടെത്തുമെന്നറിയാതെ നിൽക്കുകയാണ് കുടുംബം. കുഞ്ഞിൻ്റെ പിത്തസഞ്ചിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് ഡോക്ടർ പറയുകയും അതിനനുസരിച്ച് ചികിത്സ ചെയ്യുകയും ഒരു 5 മാസം കഴിയുന്ന സമയത്ത് കരളിനെ അത് കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ടെന്ന്, അതിൻ്റെ കരൾ പൂർണ്ണമായിട്ടും ഒരു മലിനമായിട്ടുണ്ട്. അപ്പം വളരെ വേഗത്തിൽ തന്നെ കളർ മാറ്റി വയ്ക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശ്രീയാൻഷിനെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ധനലക്ഷ്മി ബാങ്കിന്റെ ഉദയംകുളങ്ങര ശാഖയിൽ ശ്രീയാൻഷിന്റെ അമ്മ അഞ്ജന ചന്ദ്രന്റെ പേരിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. ന്യൂസ് 18 നെയ്യാറ്റിങ്കര. നമ്മൾ മലയാളികളെ സംബന്ധിച്ച് ചെറിയ സമയം കൊണ്ട് എത്ര വലിയ തുകയാണെങ്കിലും സ്വരുക്കൂട്ടാൻ കഴിയും എന്ന് പലകുറി നമ്മൾ തെളിയിച്ചിട്ടുള്ളതാണ്. നന്മ പറ്റാത്ത ഒരുപാട് നല്ല മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. അവരെ സഹായിക്കാൻ കെൽപ്പുള്ള ഒരുപാട് നല്ല മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അവരൊക്കെ ആ സുമനസ്സുകളെല്ലാം ഈ കുടുംബത്തിനെ കണ്ണുനീര് കാണണം, അവരുടെ വിഷമം മനസ്സിലാക്കണം. എത്രയും പെട്ടെന്ന് നിങ്ങളെക്കൊണ്ട് നൽകാൻ കഴിയുന്ന ചെറുതെങ്കിൽ ചെറുത് ഒരു തുക ആ കുടുംബത്തിന് വേണ്ടി, ആ 1.5 വയസ്സുകാരൻ്റെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി, ആ കുടുംബത്തിന് സന്തോഷം കാക്കുവാൻ വേണ്ടി നമുക്ക് നൽകാം. എറണാകുളം മാറാടിയിൽ ടൗൺഷിപ്പ് മാതൃകയിൽ ഭവന പദ്ധതി ഒരുങ്ങുന്നു. ആധുനിക സൗകര്യങ്ങളോടെയാണ് ഈ നിർമ്മാണം. കാണാം റിപ്പോർട്ട്. ഇടുങ്ങിയ വഴികളും ചോർന്നൊലിച്ച് ചിതലരിച്ച വീടുകളും ഇനിയില്ല. മാറാടിയിൽ MN ഭവന പദ്ധതിയിൽ നിർമ്മിച്ച കുന്നുംപുറം ലക്ഷം വീട് കോളനിയിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് ടൗൺഷിപ്പ് ഒരുങ്ങുന്നത്. പദ്ധതിയുടെ ഭാഗമായി മാറാടി 6-ാം വാർഡിലെ കാലപ്പഴക്കം ചെന്ന 11 വീടുകളും പൊളിച്ചുമാറ്റി. കേന്ദ്ര സംസ്ഥാന ഫണ്ടും ത്രിതല പഞ്ചായത്ത് ഫണ്ടും ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കുക. 1973 കുന്നുംപുറത്തെ MN ഭവന പദ്ധതിയിലൂടെ നിർമ്മിച്ച ലക്ഷം വീടുകൾ ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാറായ അവസ്ഥയിലായിരുന്നു. അറ്റകുറ്റപ്പണികൾ ചെയ്യാതെ ചോർന്നൊലിച്ച് വിണ്ടുകീറിയ ഭിത്തികളും ചിതലരിച്ച പട്ടികകളും ടാർപ്പ വലിച്ചുകെട്ടിയ മേൽക്കൂരയ്ക്ക് കീഴിലുള്ള വീടുകളിൽ ഭീതിയോടെയാണ് ആളുകൾ കഴിഞ്ഞത്. കോളനിയിലേക്കുള്ള വീതി കുറഞ്ഞ വഴിയും പ്രതിസന്ധിയായിരുന്നു. ഇതിനും പരിഹാരമായി. എല്ലാ വീടുകളിലും വാഹനം എത്തുന്ന തരത്തിലാണ് നിർമ്മാണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് OP ബേബി പറഞ്ഞു. നിലവിലുള്ള റോഡ് മാത്രം കോൺക്രീറ്റ് ചെയ്യാനുള്ള പ്രശ്നമുള്ളൂ. അപ്പൊ നിലവിൽ റോഡില്ല. ആ റോഡ് ഞാൻ തന്നെ ഏറ്റെടുത്ത് ഞങ്ങൾ തന്നെ അത് നിർമ്മിച്ചിട്ടാണ് കോൺക്രീറ്റ് ചെയ്ത് ആ 75 മീറ്ററും എത്തിച്ച് കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ ഒരു ഭാഗത്തേക്ക് റോഡായി. പിന്നീട് 4-5 വീട്ടിലേക്ക് വഴിയില്ല. അത് സെപ്പറേറ്റ് ഒരു റോഡ് കൂടി ഉണ്ടാക്കി ആണ് ഇപ്പൊ എല്ലാ വീട്ടിലും ലോറി കയറുന്ന രീതിയിലുള്ള വഴി സൗകര്യത്തോടുകൂടി ഒരു ടൗൺഷിപ്പ് മോഡലിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നത്. അവശത അനുഭവിക്കുന്ന നിർധന കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുന്നതിനായി നിരവധി പേരാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. ന്യൂസ് 18 കോതമംഗലം. പാലക്കാട് പുതുപ്പരിയാരം പുളിയംപുള്ളിയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. പുളിയംപുള്ളി സ്വദേശി ലിബിന്റെ വീട്ടുമുറ്റത്താണ് കാട്ടാന ഇറങ്ങിയത്. കാട്ടാനയെ പടക്കം പൊട്ടിച്ച് തുരത്താൻ ശ്രമം നടക്കുകയാണ്. പ്രജിത് കോങ്ങാട് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്.
പ്രജിത്ത്, ഈ പ്രദേശത്ത് കാട്ടാന ശല്യമൊക്കെ അതിരൂക്ഷമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതിപ്പോൾ വീട്ടുമുറ്റത്തെത്തിയ കാട്ടുകൊമ്പനെ തുരത്താൻ സാധിച്ചിട്ടുണ്ടോ? ആര്യ, തുടർച്ചയായി 2ാം ദിവസമാണ് ലിബിന്റെ വീട്ടുമുറ്റത്ത് കാട്ടാന എത്തുന്നത്. ഈ മേഖലയിൽ സ്ഥിരമായി കാട്ടാന സാന്നിധ്യമുണ്ട്. RRT സംഘം തുരത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പകൽ സമയങ്ങളിൽ കാട്ടാന സമീപത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് കയറുകയായിരുന്നു. രാത്രി സ്ഥിരം ആന തിരിച്ച് ജനവാസ മേഖലയും കൃഷിസ്ഥലവുമാണ് സമീപമുള്ളത്. അവിടെയൊക്കെ ആന സ്ഥിരമായി വരുന്നുണ്ട്. കാട്ടിലേക്ക് തീർച്ചയെങ്കിലും വീണ്ടും കാട്ടാന തിരിച്ചെത്തുകയാണ് സ്ഥിരം. മുഴുവൻ സമയ നിരീക്ഷണത്തിനായി വനം വകുപ്പ് RRT സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. പ്രദേശവാസികൾ പുറത്തിറങ്ങരുതെന്നും ജാഗ്രത പാലിക്കണമെന്നും വനം വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ആര്യ. യെസ്, പ്രജിത് കോങ്ങാടാണ് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി ചേർത്തത്. പാലക്കാട് പുതുപ്പരിയാരം പുളിയംപുള്ളിയിലാണ് വീണ്ടും കാട്ടാന ഇറങ്ങിയിരിക്കുന്നത്. പുളിയംപുള്ളി സ്വദേശി ലിബിന്റെ വീട്ടുമുറ്റത്താണ് കാട്ടാന എത്തിയത്. കാട്ടാനയെ പടക്കം പൊട്ടിച്ച് തുരത്താൻ ഉള്ള ശ്രമം നടക്കുകയാണ്. കഴിഞ്ഞ ദിവസവും പ്രജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ലിബിന്റെ വീട്ടുമുറ്റത്ത് തന്നെ കാട്ടാന എത്തിയിരുന്നു. കാട്ടാനകൾ ഇത്തരത്തിൽ കൃഷി മേഖലയിലേക്കും ജനവാസ മേഖലയിലേക്കും ഒക്കെ ഇറങ്ങുന്നത് പതിവായിരിക്കുകയാണ്. മൂന്നാറും ഗ്യാപ്പ് റോഡും പിന്നിട്ട് തേയിലച്ചെരുവുകളുടെയും ആനയിറങ്കലിലെ പച്ചത്തുരുത്തുകളുടെയും കാഴ്ച ആസ്വദിച്ചൊരു യാത്ര പോയാലോ? സംസ്ഥാനത്തെ ഏറ്റവും മനോഹരമായ റോഡ് ട്രിപ്പ് ഏത് എന്നതിന് മറ്റൊരു ഓപ്ഷൻ ഉണ്ടാവില്ല. യാത്രികരുടെ മനസ്സ് കീഴടക്കിയ പാതയിലൂടെ ഇടുക്കിയിലെ നിരത്തുകളിലെ രാജാക്കന്മാരായ ജീപ്പുകൾ നിറഞ്ഞു നീങ്ങുന്ന കാഴ്ച ആസ്വദിക്കാം. കൊളുക്കുമലയിലേക്ക് ഓഫ് റോഡ് സവാരി നടത്തുന്ന 250 ജീപ്പുകളാണ് ദേശീയപാതയിൽ പെരിയ കനാൽ മേഖലയിൽ ഒരേ സമയം എത്തിയത്. തേയിലച്ചെരുവുകൾക്കിടയിലൂടെ നീങ്ങുന്ന മനോഹര പാതയെ കീഴടക്കി ജീപ്പുകൾ. ഓരോ 3 മാസം കൂടുമ്പോഴും കൊളുക്കുമലയിലേക്ക് ട്രക്കിംഗ് നടത്തുന്ന ജീപ്പുകളുടെ ഫിറ്റ്നസ് നെടുങ്കണ്ടം JRTO ഉറപ്പുവരുത്തും. ഫിറ്റ്നസ് ഉറപ്പുവരുത്തി സ്റ്റിക്കർ പതിപ്പിക്കുന്ന ജീപ്പുകൾക്കാണ് സർവീസ് നടത്താൻ അനുമതിയുള്ളത്. ഇത്തവണ പരിശോധനകൾക്ക് ശേഷമാണ് റോഡ് ഷോ സംഘടിപ്പിച്ചത്. കൊളുക്കുമലയിലേക്ക് ഓഫ് റോഡ് നടത്തുന്ന ജീപ്പുകളുടെ നിരക്ക് 3000 രൂപയായും ഏകീകരിച്ചു. ഒരു ജീപ്പിൽ 6 പേർക്കാണ് സഞ്ചരിക്കാൻ അനുമതി. കൊളുക്കുമലയിലെ ഉദയാസ്തമന കാഴ്ചകൾ ആസ്വദിക്കാൻ ജീപ്പിൽ ഒരു ഓഫ് റോഡ് യാത്ര മൂന്നാറിലെത്തുന്ന സഞ്ചാരികളുടെ പ്രിയ ആക്ടിവിറ്റികളിൽ ഒന്നാണ്. ന്യൂസ് 18 ഇടുക്കി. കണ്ടപ്പോൾ തന്നെ ഒരു ട്രിപ്പ് പോകാൻ തോന്നുന്നുണ്ട് അല്ലേ? ഇപ്പോൾ അവിടേക്ക് പോകാൻ പറ്റിയൊരു ക്ലൈമറ്റ് ആണ് എന്നാണ് തോന്നുന്നത്. അറിയാമല്ലോ, ഇടയ്ക്കൊക്കെ ചെറിയ മഴകളൊക്കെ പെയ്തിട്ട് ചെറു വെള്ളച്ചാട്ടങ്ങളൊക്കെ ഇങ്ങനെ ഒരുപാട് കാണാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ നമ്മൾ ഇടുക്കിയിലേക്ക് പോയി കഴിഞ്ഞാൽ. കാസർഗോഡ് തൃക്കരിപ്പൂരിൽ ഭിന്നശേഷി കുട്ടികൾക്കായി സ്പെഷ്യൽ കെയർ സെന്റർ. പഞ്ചായത്ത് തലത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ സ്പെഷ്യൽ കെയർ സെന്ററാണ് തൃക്കരിപ്പൂരിലേത്. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 17,60,000 രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. തൃക്കരിപ്പൂർ ടൗണിൽ കൂലേരി GLPS സ്കൂൾ അങ്കണത്തിലാണ് കെട്ടിടം പണിതത്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് പഠന പിന്തുണ, കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും തൊഴിൽ പരിശീലനങ്ങൾ, ബോധവൽക്കരണ ക്ലാസുകൾ തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തുക. കോവിഡ് കാലത്ത് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സുരക്ഷിത പഠനം ഉറപ്പുവരുത്താൻ സമഗ്ര ശിക്ഷ കേരള തുടങ്ങിവെച്ച സ്പെഷ്യൽ കെയർ സെന്റർ എന്ന ആശയമാണ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പിന്തുടർന്നത്. ഒരു ഗ്രാമപഞ്ചായത്ത് സംസ്ഥാനത്ത് തന്നെ ഭിന്നശേഷിക്കാരായ കുട്ടികൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സ്പെഷ്യൽ കെയർ സെന്റർ ഇതാദ്യമായിട്ടാണ് ചെയ്യുന്നത്. കോവിഡ് കാലത്താണ് ഇതിൻ്റെ പ്രാധാന്യം ജനങ്ങൾ മനസ്സിലാക്കുകയും അതുകൊണ്ട് തന്നെ അത്തരം കുട്ടികളെ അവർക്ക് ആവശ്യമായ പഠന പിന്തുണ നൽകുക, അതുപോലെ ഇത്തരം കുട്ടികൾക്ക് തെറാപ്പി നൽകുക, അതുപോലെ ഈ കുട്ടികൾക്കും അതുപോലെ അവരുടെ രക്ഷിതാക്കൾക്കും ആവശ്യമായ തൊഴിൽ പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ആവശ്യമായ ഫർണിച്ചറുകളും ഗ്രാമപഞ്ചായത്ത് ഒരുക്കി നൽകി. സ്പെഷ്യൽ കെയർ സെന്ററിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ നിർവഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹാഷിം കാരോളം അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ M മനു, M സൗദ, സത്താർ വടക്കുംപാട്, C ചന്ദ്രമതി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് 18 തൃക്കരിപ്പൂർ.
കേരള സ്പോർട്സ് കൗൺസിലിന് കീഴിൽ ഇടുക്കി നെടുങ്കണ്ടത്ത് പ്രവർത്തിക്കുന്ന സെൻട്രലൈസ്ഡ് സ്പോർട്സ് ഹോസ്റ്റൽ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. നെടുങ്കണ്ടത്തേക്ക് സ്പോർട്സ് കൗൺസിൽ കുട്ടികളെ അനുവദിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ഈ അധ്യയന വർഷം ഇവിടേക്ക് പുതുതായി എത്തിയത് ഒരു കായിക താരം മാത്രമാണ്. 2008 നെടുങ്കണ്ടത്ത് സ്പോർട്സ് ഹോസ്റ്റൽ ആരംഭിച്ചത്. തുടക്കത്തിൽ 98 താരങ്ങളുണ്ടായിരുന്നു. ജൂഡോ, അത്ലറ്റിക്, ആർച്ചറി എന്നീ ഇനങ്ങളിൽ പരിശീലനവും ഉണ്ടായിരുന്നു. ജൂഡോയിൽ 5 താരങ്ങൾ അന്തർദേശീയ മത്സരങ്ങളിൽ വരെ നേട്ടം സ്വന്തമാക്കിയിട്ടുണ്ട്. എന്നാൽ പിന്നീട് സ്റ്റേഡിയം ഇല്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടി അത്ലറ്റിക് വിഭാഗം നിർത്തി. തുടർന്ന് ജൂഡോയിലും ആർച്ചറിയിലുമായി 60ഓളം കുട്ടികളുണ്ടായിരുന്നു. ഈ വർഷം മുതൽ ആർച്ചറിയുടെ പരിശീലനവും അവസാനിപ്പിച്ചു. അവശേഷിച്ച ജൂഡോക്കായി ഈ വർഷം സ്പോർട്സ് കൗൺസിൽ പുതുതായി അയച്ചത് ഒരാളെ മാത്രം. പെൺകുട്ടികളടക്കം 11 പേരാണ് നിലവിൽ ഇവിടെയുള്ളത്. നെടുങ്കണ്ടത്ത് ഹൈ ആൾട്ടിറ്റ്യൂഡ് സിന്തറ്റിക് സ്റ്റേഡിയം പൂർത്തിയായതോടെ അത്ലറ്റിക് പരിശീലനം പുനരാരംഭിക്കാനാകുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ അതുമുണ്ടായില്ല. നമ്മുടെ കുത്തകയായിട്ടിരുന്ന ദേശീയ ചാമ്പ്യൻഷിപ്പ് പട്ടങ്ങളൊക്കെ ഏതാണ്ട് 4 വർഷമായിട്ട് മറ്റ് സംസ്ഥാനങ്ങൾ കൈയടക്കാം. നമുക്ക് ഹരിയാനയും നമ്മുടെ അടുത്ത തമിഴ്നാടും പഞ്ചാബും ഗുജറാത്തൊക്കെ കൈയടക്കുന്ന അവസ്ഥകൾ കാണുമ്പോൾ ഈ സൗകര്യങ്ങൾക്ക് കൊടുക്കേണ്ട അല്ലെങ്കിൽ പുതിയ കായിക താരങ്ങളെ സൃഷ്ടിക്കേണ്ട വളർത്തിയെടുത്തുകൊണ്ട് വരുന്ന ഏജൻസിയായ സ്പോർട്സ് കൗൺസിൽ കുട്ടികളെ കൊടുക്കാതെ ഇരിക്കുന്നത് വളരെ ഈ മേഖലയ്ക്ക് വളരെ ആശങ്കയോട് തന്നെയാണ് ഈ മേഖല പ്രവർത്തിക്കുന്ന ഒരു അധ്യാപനം തന്നെ നമുക്ക് പറയാനുള്ളത്. ഈ അവസ്ഥകൾക്കൊക്കെ മാറ്റം ഉണ്ടാകണമെങ്കിൽ പുതിയ കുട്ടികളെ ഹോസ്റ്റലിലേക്ക് കൊടുക്കുകയും ഹോസ്റ്റൽ പണിയാനുള്ള അല്ല കുട്ടികൾക്ക് സൗകര്യങ്ങളും കൂടെ വർദ്ധിപ്പിച്ച് മൊത്തത്തിൽ നമ്മുടെ കേരളത്തിൽ അഭിമാനമാകുന്ന രീതിയിൽ മറ്റ് സൗകര്യങ്ങളും കൂടെ വരുമ്പോൾ അത് പ്രയോജനപ്പെടുത്തി നല്ല നാടിന് അഭിമാനപരമായ രാജ്യത്തിന് അഭിമാനപരമായ കായിക താരങ്ങളെ വളർത്തിയെടുക്കാനുള്ള സംവിധാനം നമുക്കുണ്ട്. അത് പ്രയോജനപ്പെടുത്തണം. പഞ്ചായത്ത് വാടകയ്ക്കെടുത്തു നൽകിയിരുന്ന കെട്ടിടത്തിൽ അസൗകര്യങ്ങളുടെ നടുവിലാണ് ഹോസ്റ്റലിന്റെ പ്രവർത്തനം. സ്പോർട്സ് ഹോസ്റ്റലിന് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കാൻ വർഷങ്ങൾക്ക് മുൻപ് സ്ഥലം കൈമാറിയിരുന്നു. 5 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. എന്നാൽ നടപടികൾ ഇഴഞ്ഞു നീങ്ങുകയാണ്. അടിയന്തരമായി കെട്ടിടം നിർമ്മിച്ചില്ലെങ്കിൽ ഇപ്പോഴുള്ള കുട്ടികൾ പോലും നെടുങ്കണ്ടം ഹോസ്റ്റൽ ഉപേക്ഷിക്കുന്ന സാഹചര്യമുണ്ടാകും. ന്യൂസ് 18 ഇടുക്കി. നമ്മളൊരു ചെറിയ ഇടവേള എടുക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി വേഗം മടങ്ങിയെത്താം.